ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണിട്ടത്. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 വർഷമായിട്ട് ഞങ്ങൾ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു അഴിച്ചുപണിയൊന്നും ഇതിന്മേൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും കളയുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ഇങ്ങനെ ഒരു അഴിച്ചുപണി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഒന്ന് നോക്കി നോക്കാം. എല്ലാവരും കുറേ നമ്മൾ വീഡിയോസൊക്കെ അങ്ങനെ കണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മളോട് എന്താ പറയുക, നമുക്കൊരു അനുഭവം വരുമ്പോഴാണല്ലോ നമ്മളത് പിന്നെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ പേടിയായിരുന്നു കേട്ടോ, നാശമായി പോകുമോ എന്നുള്ളത്. അങ്ങനെ എന്താക്കി ഇതൊന്ന് തുറന്ന് നോക്കിട്ടോ. തുറന്ന് നോക്കിയപ്പോൾ ആകെ ഞെട്ടിപ്പോയി ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടു നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവർ പറയത് ശരിക്കും നമ്മൾ മാസമോ 2 മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും ഇത് നന്നാക്കി എടുക്കേണ്ടതായിരുന്നു കേട്ടോ. കാരണം അത്രയും അഴുക്ക് ഇതിൽ. ഒന്നാമത് ഇവിടെ വരുന്ന വെള്ളം അങ്ങനെയാണ്, ഒരു പിന്നെ ഒരു കലക്കൊക്കെ ഉള്ളൊരു വെള്ളമാണ് ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ, കൈ കൊണ്ടാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ഒരു അവസ്ഥ നോക്ക്. അപ്പോൾ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ക്ലീൻ ചെയ്യുമല്ലോ മേൽഭാഗമൊക്കെ ഇങ്ങനെ. പിന്നെ പിന്നെ നൂലും ചെളിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു അടയുന്നൊരു ഇതുണ്ടല്ലോ, അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ അതിനേക്കാളും ഡബിൾക്കാണ് ഇതിൻ്റെ അകത്ത്. അപ്പം ഇനി എന്തായാലും അങ്ങനെ ഒന്ന് തുറന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ എന്തായാലും ഇത് കഴുകട്ടെ. അപ്പോൾ അങ്ങനെ ഓരന്നെ ഇട്ട കഴുകണത്. അപ്പോൾ മേൽഭാഗമൊക്കെ വേഗം പോകണ്ടേ, ഇതിൻ്റെ മേലത്തെ ഭാഗം. പക്ഷെ ഇതിൻ്റെ ഈ അടിഭാഗത്ത് ആകെ ഇത് പിടിച്ചിട്ട് അതിൻ്റെ കറ നല്ല പിടിച്ചിരിക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ കിടന്ന് കറുത്തിക്കണത്. അപ്പോൾ നമ്മൾ കഴുകാത്തതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരു ബ്രഷൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങനെ വരുത്തിട്ട്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവരിത് വരുത്തുന്നത്. അങ്ങനെ പിന്നെ വരുത്തിയിട്ട് കുറേയൊക്കെ ക്ലീൻ ആകുന്നുണ്ട്. വെറും സോപ്പും പൊടിയും വെള്ളം മാത്രമേ ഉള്ളൂ ഇട്ടത്. വേറെ ഷാമ്പോ അല്ലെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡ, അതല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരോ ചെറുനാരങ്ങയോ ഒന്നും ഇല്ല കേട്ടതിൽ. വെറും സോപ്പും പൊടി മാത്രം വെച്ചിട്ടാണ് ഞങ്ങളിത് കഴുകുന്നത്. അത് മാത്രം കഴുകിയാൽ തന്നെ നല്ല വെള്ളമാവുണ്ട് ഇട്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ അരുകു കൂടെ കണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചകിരി എത്തൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രഷ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇനിയും അതിൻ്റെ ആ ഒരു ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ ഞങ്ങളെപ്പോലെ 4 വർഷം ഒന്നും ആവാൻ നിൽക്കണ്ട, 10 വർഷം ഒന്നും ആവാൻ നിൽക്കണ്ട. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് അഴിച്ച് നോക്കിയാൽ മതി കേട്ടോ. കാരണം അതിൻ്റെ ആ മേലത്തെ മൂടിയൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ അതൊരു ഇതായി മാറും. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടോ, ഞങ്ങളത് വാഷർ വരെ ഒന്ന് ഒരുമ്പിയിരിക്കണം. അങ്ങനത്തെ അവസ്ഥ എത്തിയിരിക്കണം. കറുപ്പ് പൊടിയൊക്കെ അവിടെ അങ്ങനത്തെ ഒക്കെ ഇതാണ്. അപ്പോൾ അതുപോലെ ഒന്നും ആവാൻ നിൽക്കണ്ട. അപ്പോൾ ഉള്ളവരൊക്കെ എന്താ ചെയ്യുക, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ആ മൂടി കഴുകിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉള്ളൊന്ന് ഇതാക്കുക കേട്ടോ. ഇതാണ് ഈ ഒരു സോഫ്റ്റ് ചകിരിയാണ് എടുത്തും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷെ ഇത് നല്ല പോണുണ്ട് കേട്ടോ. സോപ്പ് തട്ടുമ്പോൾ തന്നെ വേഗം പോകണ്ട്. അഴുക്കാണെങ്കിലും അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് വേഗം നമ്മൾ ഒരുതിനനുസരിച്ച് നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പഠിച്ച റബ്ബേ ഇതെങ്ങനെ നാശമായി പോകുമോ. കാരണം നമ്മളൊരു അറിയാത്ത പണിയാണല്ലോ. നമ്മളൊരു മുതൽ നശിപ്പിക്കുമ്പോൾ നമുക്കത് ഭയങ്കര വേദന തന്നെ ആയിരിക്കും. കാരണം പെട്ടെന്ന് അത് കിട്ടുമൊന്നുമില്ലല്ലോ. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മേലത്തെ മൂടിയാണ്. അതിൻ്റെ വാഷറും കണ്ടില്ല, നമ്മളതിൽ വാഷറിനെ കുറച്ചൊന്ന് ഒരുമ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെ സോപ്പും പതൊക്കെ തട്ടണതല്ലേ. സോപ്പും പൊടിയാണ് ഞാൻ കൂടുതലും യൂസ് ആക്കൽ. അങ്ങനെ ലിക്വിഡൊന്നുമല്ല ഞാൻ യൂസ് ആക്കൽ. പക്ഷേ സോപ്പും പൊടി അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നേക്കാം. പിന്നെ നമ്മളിങ്ങനെ ഇത് എടുത്തപ്പോൾ പറഞ്ഞിരുന്ന ലിക്വിഡാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ സോപ്പും പൊടി അങ്ങനെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ തുണികളിനേക്കാളും കൂടുതൽ പുതപ്പ് തിരുമ്പാനാണ് ഞാനങ്ങനെ കൂടുതലും യൂസ് ആക്കൽ. അപ്പോൾ ആ പുതപ്പിൻ്റെ നാരൊക്കെയാണ് അതിലിങ്ങനെ പോയിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ എടുത്തുക്കണുണ്ടോ, ഇതിൻ്റെ അകത്ത് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുന്നത് തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇവർക്ക് എങ്ങനെ ഇത് അയക്കേണ്ടതെന്ന് തന്നെ അറിയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് എടുത്തിട്ട് അതും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരും തന്നെ ആദ്യമായിട്ടാണത്. ഞാനാണ് അതൊക്കെ ക്ലീൻ ചെയ്യൽ. അപ്പോൾ അതെങ്ങനെ അയക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ എത്രത്തോളം അയക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയണില്ലേ. അപ്പോൾ ഇത് വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളെപ്പോലെ ഒന്നാരും ഇത്രയും വൈകരുത് കേട്ടോ. കാരണം ഇത്രയും വൈകി കഴിഞ്ഞാൽ അതിൻ്റെ ആ വാഷറും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും നമുക്ക്. പിന്നെ നമ്മളിത് നന്നാക്കുന്ന ആൾക്കാരെ വിളിക്കേണ്ടി വരും, നാശമാവും. അപ്പോൾ അവർ വരേണ്ടി വരും. അങ്ങനെ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അറിയണ പോലെയൊക്കെ ഒന്ന് പിന്നെ ചെയ്ത് നോക്കുക. പിന്നെ നാശമാകാതെ നോക്കൽ നമ്മുടെ കടമ തന്നെയാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒത്തിരി വീഡിയോസ് ഒരുപാട് ആളുകളൊക്കെ ചെയ്തേക്കും. പക്ഷെ ഞങ്ങളത് കണ്ടിട്ടല്ല കേട്ടോ സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞങ്ങളത് കണ്ടിട്ടാണ്. അങ്ങനെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലതും അതിൽ യൂസ് ചെയ്യും. കാരണം ഞങ്ങൾ സാധാരണക്കാരാണ്. നമുക്ക് ഒരു സോപ്പും പൊടി തന്നെ കിട്ടുള്ളൂ. ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് മാത്രം യൂസാക്കി. വെള്ളം പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ടാവുമല്ലോ. അത് മാത്രമേ ഈ രണ്ടും മാത്രമേ ഞങ്ങൾ യൂസാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ചെയ്തിട്ട് തന്നെ ഇത് ഇത്രത്തോളം ക്ലീനായി. പിന്നെയും നമ്മൾ എന്തായാലും ഉപയോഗിക്കുമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് എന്തായാലും അത് പിന്നെയും അഴുക്കും കാര്യങ്ങളും വരും. അങ്ങനെ ഇതുണ്ടോ. പിന്നെ നല്ലോണം അതിൻ്റെ അരികെ കൂടെ ഒക്കെ ഫുള്ളും ക്ലീനാക്കിട്ടോ. കണ്ടോ നല്ല വെള്ളം എന്ത് നല്ല ഭംഗിയാണ് കാണാനിപ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫിറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത് ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സിമ്പിളാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് തിരിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല വൃത്തിയായി കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഇത്ര പണിയുള്ളൂ കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് വാഷ് മെഷീനൊക്കെ ഉള്ള ആളുകളാണ് ഇതെന്തായാലും നിർബന്ധമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങളെപ്പോലെ 4 വർഷം ഒന്നും ആവാൻ നിൽക്കണ്ട. എന്തായാലും പിന്നെ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെത് അറിയുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലാന്ന് അപ്പോൾ മനസ്സിലായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കണ്ടോ ഇതിൻ്റെ അകത്ത് വരെ എന്തോ ഒരു അഴുക്കിനി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ ആ മൂടിയൊക്കെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടോ. അപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടോ. പിന്നെ ഇത്രയും ഞങ്ങളിത് വൈകിപ്പോയത് സംഭവം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തതുകൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ നമ്മൾ അലക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഫിസിൽ വരുമല്ലോ, ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതേപോലെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതിൽ അതിൻ്റെ വാഷർ പോയിട്ട് തന്നെ ഞങ്ങൾക്ക് 1800 റുപ്യ ഞങ്ങളൊന്ന് കയ്യിൽ നിന്ന് പോയത് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തൊടാനൊക്കെ പേടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റാണ് കേട്ടോ ഞാനിത് വേസ്റ്റൊക്കെ പോയിട്ട് അടിയണത് ക്ലീൻ ചെയ്തിട്ടോ. ഇതാകുമ്പോൾ അവിടെ വെച്ച് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. സ്ക്രൂ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇത് ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇതിന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു പരിപാടിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് വാഷ് മെഷീനൊക്കെ ഉള്ളവർ ഇതെന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.